ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടവടയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ കപ്പ് മൈദ, പിന്നെ ഒരു ചെറിയ കപ്പ് അരിപ്പൊടി ഇട്ടാൽ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായത്തിൻ്റെ പൊടി, മുളകും പൊടി, എരിവുള്ളത് ഒരു 1/4 ടീസ്പൂണ്, കുറച്ച് കാശ്മീരി ചില്ലി, സോഡാപ്പൊടി ഒരു നുള്ളു കേട്ടോ. ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 4 മീഡിയം സൈസ് സബോള, കുറച്ച് വേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക് ഇതിലേക്ക് മിക്സാക്കാം കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ടോളൂ കേട്ടോ. ഞാൻ ഈ കപ്പ് കൊണ്ട് 1 കപ്പ് വെള്ളമാണ് ആവശ്യം വന്നത് കേട്ടോ. ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്ത് ഒന്നിങ്ങനെ ഉരുട്ടിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കും. പിന്നെ നടുവിലേക്ക് കണ്ട ഒരു മുട്ട വെച്ചെടുക്കും. ഇതൊന്ന് മൂടി കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടി എടുത്ത് മീതെ മൂടി കൊടുക്കുക. കണ്ട ഒന്ന് ഉരുട്ടി കൊടുക്കുക. മുട്ട കാണാത്ത വിധത്തിലാക്കിക്കോളൂ കേട്ടോ. കണ്ട ഞാൻ അങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു നാളനാക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണയ്ക്ക് ഇടാമല്ലോ ഒരുമിച്ച്. ഇവിടെ ഒരു ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു വശം നാവട്ടെ, മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. ലൈക്ക് ഇട്ടോളൂ, കമൻറ്റ് ഇട്ടോളൂ. അപ്പോൾ ഇത് ഞാൻ അപ്പുറം കൂടി ഒന്ന് നന്നായി വെന്ത് വരട്ടെ കേട്ടോ. വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ട്രിപ്പ് ഞാൻ ഇട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് എടുക്കാം കേട്ടോ. നമ്മുടെ മുരിഞ്ഞ മുട്ടവട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കും. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും കേട്ടോ. പിന്നെ ലൈക്ക് ഇട്ടോളൂ, കമൻറ്റ് ഇട്ടോളൂ കേട്ടോ.